ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കൂടി ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഓഗസ്റ്റ് മാസം 2026 ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ വ്യക്തി സ്വന്തം കാര്യം നോക്കാനും നിങ്ങൾക്ക് പ്രാധാന്യം നൽകാനും തുടങ്ങിയിരിക്കുന്നു. അതെ, ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ശത്രുക്കൾക്ക് ഈ വ്യക്തി ഇനി പ്രാധാന്യം കൊടുക്കുമോ എന്നും ഈ വ്യക്തിയുടെ നിലപാട് എന്താണെന്നും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. വാവ്, സോൾ പാർട്ണർ, ഇറ്റേണൽ കണക്ഷൻ. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാർഡാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. ദ ട്വിൻ ഫ്ലെയിം ജേണിയാണ് സൂചിപ്പിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ട്വിൻ ഫ്ലെയിം ജേണി കൂടിയാണ്. ഓക്കെ, അപ്പൊ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു സോൾ കണക്ഷൻ ആണത്, അല്ലേ? ഒരു കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ള ജേണി ആണെങ്കിൽ പോലും, വളരെയധികം ബുദ്ധിമുട്ടിയാണെങ്കിൽ പോലും മുന്നോട്ട് പോകുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണി ആണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കത് ട്വിൻ ഫ്ലെയിം ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക കണക്ഷൻസ് നമുക്ക് ട്വിൻ ഫ്ലെയിം ആയിട്ട് തോന്നിക്കും. സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിൽ പോലും, കാർമിക് കണക്ഷൻ ആണെങ്കിൽ പോലും നമുക്ക് ട്വിൻ ഫ്ലെയിം ആയിട്ട് തോന്നിക്കും. സോ ഒരു 100 പേര് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2, 3, 4 പേര് മാത്രമേ ട്വിൻ ഫ്ലെയിം ഉണ്ടാവുകയുള്ളൂ. ഇതിന്റെ ഒരു ശതമാനം എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് കർമ്മങ്ങളുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം നമ്മുടെ ലൈഫിൽ ഇപ്പൊ ചില ആൾക്കാർ വരികയും ചെയ്യും, വേഗം തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കണക്ഷൻ അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു ശക്തമായ കർമ്മമുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ബി ഗ്രേസ്ഫുൾ ഇൻ മൂവ്മെന്റ് ആൻഡ് ആക്ഷൻ എന്നാണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ വളരെ മൊമെന്റബിൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് ഇവിടെ പലതരത്തിലുള്ള ഒരു ആക്ഷൻസും എടുക്കാതെ പോയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. കാരണം ചില റിലേഷൻഷിപ്പൊക്കെ അങ്ങനെയാണ്. അതായത് എസ്പെഷ്യലി ട്വിൻ ഫ്ലെയിം ജേണി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലൊക്കെ വരുമ്പോൾ മൂവ്മെന്റ് വളരെയധികം കുറവായിരിക്കും. അതായത് നമ്മൾ വിചാരിക്കുന്നത് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അനുകൂലമാകണം എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു മൂവ്മെന്റ് വളരെ കുറവായിരിക്കും. മുന്നോട്ട് പോകുന്ന ആ ഒരു രീതി വളരെ കുറവായിരിക്കും. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം, ഈ പേഴ്സൺ ആയിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ, പലതരത്തിലും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പലതും ഈ റിലേഷൻഷിപ്പിൽ നടക്കണമെന്ന്, അതായത് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിനാ പ്രണയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്, അത് വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത്, നമ്മുടെ ലൈഫിലേക്ക് ക്ഷണിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹത്തിനനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പ്രണയത്തിലായിരുന്ന സമയത്ത് ഓക്കെ, ഇത്രയും നാള് പോയി, ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാം എന്നായിരിക്കാം നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിട്ടുണ്ടാവുന്നത്. പക്ഷെ ആ ഒരു വിവാഹത്തിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഇത് ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു തടസ്സം ഇനി മാറിക്കൊണ്ട് അവിടെ ഒരു മൂവ്മെന്റ് വരികയാണ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകുന്ന ആ ഒരു മാറ്റം,
ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മൂവ്മെന്റ്, അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് ആ ഒരു ഒരുമിച്ചുള്ള ഒരു ആക്ഷൻ ആയിരിക്കാം. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ഒരുമിച്ചുള്ള ഒരു ജീവിതമായിരിക്കാം, അത് കല്യാണമായിരിക്കാം, ഏത് തരത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം, ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, അതൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെയൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണോ, നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റേഷൻ ചെയ്തിരുന്നത്, ആ ഒരു കാര്യം ഒരു മൂവ്മെന്റിലേക്ക്, അതായത് ഒരു മാറ്റത്തിലേക്ക് വരികയാണ്. ആൻഡ് ഓൾസോ സെന്റേർഡ് എനർജി ആൻഡ് സെൽഫ് കെയർ ആണ്. കാരണം ഇവിടെ ഒരു വ്യക്തി ബാലൻസ് ഇല്ലാതെ കഷ്ടപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി താഴേക്ക് വീഴും എന്നുള്ളതും കാണിക്കുന്നു. അപ്പൊ ഇവിടെ ബാലൻസ് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. സെൽഫ് കെയർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അപ്പോൾ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ വേറെ ആൾക്കാരെ നോക്കി പരിചരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യം നോക്കാനായിട്ട് മറന്നു പോകും. നമ്മൾ സമയത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല, ആരോഗ്യം നോക്കുന്നില്ല, നമ്മളുടെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എല്ലാം നശിയും അല്ലേ? നമ്മുടെ ആരോഗ്യം, മനസ്സ് എല്ലാം പോകും. ആ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത്. സംതിങ്, എന്തെങ്കിലും ജീവിത പ്രാരാബ്ദങ്ങൾ ഉണ്ടാകാം, നന്നായിട്ട് ഉത്തരവാദിത്തമുള്ളൊരു വ്യക്തിയായിരിക്കാം. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചിലപ്പോൾ വീട്ടിൽ പ്രാരാബ്ദങ്ങൾ ഉണ്ടാകാം, മണി മാറ്റേഴ്സ്, പണം ആണല്ലോ എല്ലാത്തിൻ്റെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്, അപ്പോൾ അതിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകാം. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ ആ ഒരു സെൽഫ് കെയറിലേക്കാണ്, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഓടി കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി അധ്വാനിച്ച് അവരെ നോക്കി അവരെ കെയർ ചെയ്ത് മുന്നോട്ട് പോയിരുന്ന ഈ വ്യക്തി ഇപ്പൊ സെൽഫ് കെയർ ചെയ്യാൻ മറന്നു പോയിരിക്കുന്നു, സ്വന്തം കാര്യം നോക്കാൻ മറന്നു പോയിരിക്കുന്നു. അപ്പൊ ഈ പേഴ്സന്റെ സ്വന്തം കാര്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാക്ക്, അതായത് ഈ പേഴ്സൺ പണ്ട് വാക്ക് തന്നിട്ടുണ്ടാകാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, ഒരുമിച്ച് ജീവിക്കാം. അപ്പൊ അത്തരം വാക്കുകളൊന്നും പിന്നീട് ഈ വ്യക്തി പാലിക്കാതെ ആയി എന്നുള്ളത് കാണിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വ്യക്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന എനർജി എന്ന് പറയുന്നത് സെൽഫ് കെയർ ആണ്. അതായത് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക, സ്വന്തം കാര്യത്തിന് കൂടുതൽ മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ലെറ്റ് ഇൻ ഗോ ആണ്. അതായത് ഇവിടെ ഒരു ലേഡി നമുക്ക് കാണാൻ സാധിക്കുന്നു, 3 ഡോഴ്സ് ഓപ്പൺ ആണ്. ആൻഡ് ഓൾസോ ഒരെണ്ണം നന്നായിട്ട് തുറന്നിട്ടുണ്ട്, ഒരെണ്ണം കുറച്ച് തുറന്നിട്ടുണ്ട്, ഒരെണ്ണം ഒട്ടും തന്നെ തുറന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് വഴികൾ ഈ വ്യക്തിയുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ എനർജി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചില സാഹചര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അത് ഈ പേഴ്സന്റെ എനർജി നഷ്ടപ്പെട്ടു പോകുന്ന, അതായത് നമ്മുടെ എനർജി അനാവശ്യമായിട്ട് ചോർന്നു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ നടക്കുന്നുണ്ട്. അത് ആദ്യമൊന്നും ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടില്ല, കാരണം അതെല്ലാം പോസിറ്റീവാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നു അത്തരം എനർജീസ് ഉണ്ട്, അത് വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. സോ അവിടെ നിന്നും ലെറ്റ് ഗോ ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ 3 ഡോഗ്സ് ആണ് ഈ ഒരു പെണ്ണിന്റെ കൈകൾ, എന്താ പറയാ, കൈകളിൽ വിലങ്ങ് വെച്ചുകൊണ്ട് അവരുടെ ഇതിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത്. അത് നെഗറ്റീവ് എനർജീനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ പുറകിലേക്ക് വലിക്കാൻ ധാരാളം സാഹചര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ ഈ പേഴ്സൺ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഓൾസോ ദ ബ്രിങ്ങിങ് വാല്യൂ, അതായത് ഒരുപാട് എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് ഈ പേഴ്സന്റെ എനർജി മറ്റുള്ളവര് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുകയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമം കേൾക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തൻ്റെ കയ്യിലുള്ള പണമായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ അതപ്പോൾ തന്നെ എടുത്തു കൊടുത്ത് അവരെ സഹായിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിരിക്കണം ഈ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ഒരുപാട് ബാധ്യതകൾ, അവരുടെയും കൂടി ബാധ്യതകളും കൂടി ഈ പേഴ്സന്റെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരുപാട് ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ പേഴ്സന്റെ എനർജി ലോ ആയി പോകുന്നുണ്ട്, അതായത് മറ്റുള്ളവർ വലിച്ചെടുക്കുന്നുണ്ട് ഈ പേഴ്സന്റെ എനർജി. സോ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനൊരു മാറ്റം വന്ന് തുടങ്ങുകയാണ്. കാരണം ഈ പേഴ്സൺ അറിഞ്ഞും കണ്ടും കൊണ്ട് എന്താ പറയാ,
അറിഞ്ഞുകൊണ്ട് സഹായിക്കുന്ന ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇനി വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ട, അല്ലെങ്കിൽ അർഹിക്കപ്പെടുന്ന സ്ഥലത്ത് മാത്രം പ്രാധാന്യം കൊടുക്കുക, അല്ലാത്ത പക്ഷം അവിടെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത്. ആൻഡ് ഓൾസോ ദ ഫൈനലൈസിങ് എനർജി വിൽ ബി വെഡിങ് ആണ്. യെസ്, ലുക്ക് അറ്റ് ദിസ് ഗായ് ആൻഡ് ലുക്ക് അറ്റ് ദിസ് ഗേൾ. ദിസ് ഗേൾ ഇസ് ലുക്കിംഗ് ടു ദാറ്റ് പേഴ്സൺ. അതായത് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഭയങ്കര മാസ്കുലൈൻ എനർജിയാണ്, ആൻഡ് ദിസ് ലേഡി ഈസ് ഫെമിനൈൻ എനർജി. ആൻഡ് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഈ തൻ്റെ പാർട്ട്ണറിനെ നോക്കുകയാണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ വെഡിങ് സെറിമണി. ഓക്കെ, ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ് എന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സ്ട്രഗിളിങ് പീരീഡ് ആയിരിക്കാം, എന്തൊക്കെയാണെങ്കിൽ പോലും ഇവിടെ ഇത് അവസാനം എത്തിച്ചേരുന്നത് ഒരു മാരേജിലായിരിക്കും എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ. ഇപ്പം നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് സെൽഫ് കെയർ ചെയ്ത് നിൽക്കുക. നിങ്ങളുടെ എനർജി വേറെ ആർക്കും കൊടുക്കാതിരിക്കുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വേറെ ആൾക്കാർക്ക് ഉപദേശം കൊടുക്കാനും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനും ഒന്നും പോകരുത്. ഇപ്പം നമ്മൾ ടാരോ റീഡേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ റീഡ് ചെയ്ത് തരികയാണ് നമ്മളുടെ എനർജി കളഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ഉപദേശവും ഒക്കെ തരുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചില പ്രാർത്ഥനകളും മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മുടെ എനർജി കൂട്ടിയെടുക്കും. അതിനുശേഷമാണ് നമ്മൾ ഇത്തരം പ്രാക്ടീസസുകൾ, ഇത്തരം വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അത്തരം പരിപാടികളിൽ നിൽക്കാനായിട്ട് നിൽക്കരുത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എനർജി കളയരുത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയേ ഉള്ളൂ. ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 2 ദിവസവും കൂടി ഉണ്ട് ഡിസ്കൗണ്ട്. പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോന്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യണം. ആൻഡ് ഓൾസോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.